നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM-ലെ പുകച്ചിൽ തുടരുന്നു. തളിപ്പറമ്പിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയ നടപടി തെറ്റായെന്ന് പരസ്യ വിലയിരുത്തൽ നടത്തിയ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയെ തിരുത്തി PB അംഗങ്ങളായ പിണറായി വിജയനും MV ഗോവിന്ദനും രംഗത്ത് വന്നതോടെ CPM-ലെ ചേരിതിരിവ് ശക്തമാവുകയാണ്. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ വിലയിരുത്തലിനെയാണ് PB അംഗങ്ങൾ ഒറ്റക്കെട്ടായി തള്ളിയെന്നതും ശ്രദ്ധേയമാണ്. പാർട്ടി തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ വ്യക്തികളെ കുറിച്ച് പരാമർശമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗോവിന്ദൻ ബേബി നടത്തിയ വിമർശനം തള്ളിക്കളഞ്ഞത്. തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പകൽ വെളിച്ചം പോലെ ജനങ്ങളുടെ കയ്യിലുണ്ട്. അതാണ് CPM സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ഏകകണ്ഠമായി അംഗീകരിച്ച രേഖ. ആ രേഖയിൽ ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ല. പാർട്ടിയുടെ സംഘടനാപരമായ ദൗർബല്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പാർട്ടി എല്ലാ സന്ദർഭങ്ങളിലും കാര്യങ്ങൾ പരിശോധിക്കുന്നതെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. ഗോവിന്ദന്റെ പ്രതികരണത്തോട് അനുകൂലമായി തന്നെയാണ് PB അംഗമായ പിണറായി വിജയനും പ്രതികരിച്ചത്. ഏതെങ്കിലും വ്യക്തികളല്ല തിരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം, പാർട്ടിയുടെ വിലയിരുത്തൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞാണ് ഗോവിന്ദനെ പിണറായി പ്രതിരോധിച്ചത്. തിരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ ചേരിതിരിവ് ശക്തമാണെന്ന് നേതാക്കളുടെ പ്രതികരണങ്ങൾ തെളിയിക്കുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ശക്തമായ പ്രതികരണവുമായി മുൻ മന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ P രാജീവ് രംഗത്തെത്തിയിരുന്നു. പ്രചാരണത്തിൽ പാർട്ടി ഉയർത്തിയ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം വിപരീത ഫലമുണ്ടാക്കിയെന്നാണ് രാജീവ് പരസ്യമായി പ്രതികരിച്ചത്. പാർട്ടി പ്രതിക്കൂട്ടിലായ വിഷയങ്ങളിൽ തുറന്ന വിമർശനം തന്നെയാണ് രാജീവ് നടത്തിയത്. വെള്ളാപ്പള്ളി നടേശന്റെ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ഇടപെടണമെന്ന് ധാരണയുണ്ടാക്കേണ്ടതുണ്ട്. ശബരിമല വിഷയത്തിൽ അപ്പോൾ തന്നെ പാർട്ടി നടപടിയെടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളല്ല നോക്കേണ്ടിയിരുന്നതെന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് രാജീവ് പറഞ്ഞത്. മലപ്പുറത്ത് സംഘടിപ്പിച്ച EMS അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് രാജീവിന്റെ ഈ തുറന്നടിക്കൽ. ഇതേ പരിപാടിയിൽ വെച്ചാണ് തളിപ്പറമ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിൽ പിഴവ് പറ്റിയെന്ന് ബേബി പറഞ്ഞതും. ഒരു നേതാവുമായി ബന്ധപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് പാർട്ടിയെ മൊത്തത്തിൽ കടന്നാക്രമിക്കാൻ മാധ്യമങ്ങൾക്ക് അവസരം നൽകുമെന്ന് തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഔചിത്യം ബന്ധപ്പെട്ട നേതാവ് തന്നെ കാണിക്കണമായിരുന്നുവെന്നാണ് ബേബി പറഞ്ഞത്. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ നിലപാടിനുള്ള പിന്തുണ തന്നെയാണ് രാജീവിന്റെയും വാക്കുകൾ. CPM-ലെ നിലവിലെ നേതൃത്വത്തിനെതിരെയുള്ള നീക്കങ്ങൾ ശക്തമാവുകയാണ് എന്ന സൂചന തന്നെയാണ് ബേബിയുടെയും രാജീവിന്റെയും ഒക്കെ വാക്കുകളിലുള്ളതും. പാർട്ടിയിലെ ചേരികൾ ശക്തിപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കൂടുതൽ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തുമോ, ഇനിയും പൊട്ടിത്തെറികൾ ഉണ്ടാവുമോ എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ CPM-ലെ നേതാക്കൾ ഉറ്റുനോക്കുന്നതും.